നമ്മൾ എവിടേക്ക് എത്തണം എന്നുള്ളൊരു പ്ലാൻ നമുക്കുണ്ടാവണം. അത് ഓണേഴ്സിന് ഇല്ലാത്തതാണ് ഏറ്റവും വലിയൊരു പോരായ്മ. പിന്നെ നേരത്തെ പറഞ്ഞ് നമ്മൾ സ്റ്റേജ് ഡിസ്കസ് ചെയ്ത പോലെ ഒരു എംപ്ലോയി നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അവർക്കൊരു കൾച്ചർ പ്രസൻറ്റ് ചെയ്യണം. അതായത് നമുക്കൊരു കൾച്ചർ വേണം. ആസ് എ എൻ്റർപ്രണർ, ആസ് എ ബിസിനസ് ഓണർ നമുക്കൊരു കൾച്ചർ വേണം. വെരി കറക്റ്റ്. ഈ കൾച്ചറാണ് നമുക്ക് അവർക്ക് കോപ്പി ചെയ്ത് കൊടുക്കേണ്ടത്. ഈ കൾച്ചർ കോപ്പി ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ആ കൾച്ചറിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അവർക്ക് വർക്ക് എൻവയോൺമെൻറ്റിൻ്റെ ഒരു ഗുഡ് ഫീൽ കിട്ടുന്നത്. കറക്റ്റ്. അപ്പോൾ പുതിയൊരാൾ വരുമ്പോഴും അവർ അതിലേക്ക് നിന്നോളും. അത് ഈ സെയിം പ്രൊസീജിയർ കോപ്പി ചെയ്തിട്ട് പോകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രൊസീജിയർ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരാൾ പ്രൊഫഷണൽ എന്നാണ് നമ്മൾ പറയാറുള്ളത്. കറക്റ്റ്. അപ്പോൾ പ്രൊസീജിയറിൽ വർക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, ടൈം എടുക്കും, കുറച്ചൊരു കൺട്രോൾഡ് ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യും. പല കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകളാണ്, അവർ നമ്മുടെ കൾച്ചറിലോട്ട് അഡോപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതെ, നമ്മുടെ കോർ വാല്യൂസ് നമുക്ക് എല്ലാ കോർ വാല്യൂസും പറഞ്ഞില്ലെങ്കിൽ ഒരു മിനിമം കോർ വാല്യൂസ് ഒരു 4-5 കോർ വാല്യൂസ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം അവർക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡും ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ ഹൈലി പെർഫോം ചെയ്തൊരു എംപ്ലോയി ഈ നമ്മുടെ കമ്പനിയിൽ വരുമ്പോൾ അണ്ടർ പെർഫോമൻസ് ആവുന്നുണ്ടെങ്കിൽ അത് നമ്മുടെയും കൂടെ പ്രശ്നമാണ്. കറക്റ്റ്. അപ്പോൾ ആ കൾച്ചർ നമ്മളവിടെ ബിൽഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ കൾച്ചർ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഈ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ ജെൻസൺ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു തവണ ചെയ്ത് വെച്ച ഒരു എംപ്ലോയി വന്നു, അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുത്തു, ഇത് നമ്മൾ ഡോക്യുമെൻ്റ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു എംപ്ലോയി വരുമ്പോൾ വീണ്ടും നമ്മൾ ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യണം. നേരെ വെച്ച് നമ്മൾ ട്രെയിൻ ചെയ്ത കാര്യങ്ങൾ ഒരു പ്രൊസീജിയറാക്കി അവിടെ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള സ്റ്റാഫിനും കൂടെ അതൊന്ന് അറിയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു സ്റ്റാഫ് ഈ ആൾ പോയി കഴിഞ്ഞാലും നമുക്ക് ആ സ്റ്റാഫിന് അതിലേക്ക് കൊണ്ടുവരാൻ വിത്തിൻ 1 month കൊണ്ട് കഴിയും. റൈറ്റ്. ഓക്കെ. അതായത് ഒരു SOP വേണം, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വേണം. അപ്പോൾ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് ആ ഒരു പോർഷൻ ക്ലിയർ ആയി. പിന്നെ നമുക്ക് അടുത്ത എന്തെങ്കിലും നമ്മൾ ഓരോ പ്രശ്നങ്ങൾ കാണുമ്പോൾ അതിനുള്ള SOP ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ബിൽഡ് ചെയ്യും. ഇപ്പോൾ ഒരു എംപ്ലോയി തന്നെ, ഇപ്പോൾ ജെൻസൺ ഒരു കാര്യം കൂടെ പറഞ്ഞു, മൂഡ് സ്വിങ്സിൻ്റെ സമയം നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ കാലത്തും ഒരു എംപ്ലോയി ഇപ്പോൾ നല്ല പെർഫോമൻസ് ചെയ്യുന്നുണ്ടാവും, അവൻ ഈ ചെയ്യുന്ന സമയത്ത് നമ്മൾ SOP ഉണ്ടാക്കി വേണം. കാരണം എന്താ, അല്ലെങ്കിൽ അവൻ്റെ മൂഡ് ചേഞ്ച് ആവും. കാരണം അവൻ്റെ ഓരോ കാലത്തും അവൻ്റെ ആവശ്യങ്ങൾ വേറെയാണ്. നീ ഇന്ന് ഓഫർ ചെയ്ത് കൊടുത്തതാവില്ല, അവൻ അടുത്ത 6 മാസം കിട്ടില്ല അവൻ്റെ ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അവൻ്റെ ഫാമിലി സിറ്റുവേഷൻസ് മാറുന്നുണ്ടാവും, അവൻ്റെ ഇൻട്രസ്റ്റ് കുറയുന്നുണ്ടാവും, അതൊക്കെ അവൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഒരു സമയത്ത് ആസ് ഓണർ ചെയ്യുന്ന ഒരു സമയത്ത് ഒരു പ്രൊസീജിയർ ഉണ്ടാക്കുമ്പോൾ അത് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ട് സിസ്റ്റം ആക്കി മാറ്റി. അതിന് എനിക്ക് മനസ്സിലായത് ബിസിനസ്സിൽ നമ്മൾ അതിനൊരു വിഷൻ സെറ്റ് ചെയ്യണം. നമ്മൾ എവിടേക്ക് എത്തണം എന്നുള്ളൊരു പ്ലാൻ നമുക്കുണ്ടാവണം. അത് ഓണേഴ്സിന് ഇല്ലാത്തതാണ് ഏറ്റവും വലിയൊരു പോരായ്മ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു ബിസിനസ്സിൽ ആദ്യം ചെയ്യുന്നൊരു വിഷനാണ്. നമ്മൾ ഒരു 10 വർഷത്തേക്ക് നമ്മൾ എവിടെ എത്തണം, 3 വർഷത്തേക്ക് നമ്മൾ എങ്ങനെ ആയിരിക്കണം, 1 വർഷത്തിൽ നമ്മൾ എത്തേണ്ട ടാർഗറ്റ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണം. അത് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം അതിൻ്റെ പ്രോപ്പർ റൂട്ട് പ്ലാൻ.